NSS പരിപാടിയിൽ വന്ദേ മാതരം പൂർണ്ണമായും പാടിയതിനെതിരെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ SFI സമരം. NSSും സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് നടത്തിയ പരിപാടിയിലാണ് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത്. നൌഫൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൌഫൽ, എന്താണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിശദീകരണം? ഒപ്പം ഈ പരിപാടിക്ക് ശേഷം റിവ്യൂ പറയാൻ മുസ്ലിം പെൺകുട്ടികൾ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. തിരുവനന്തപുരം CET കോളേജിലാണ് ഈ ആര്യ പറഞ്ഞതുപോലെ, അതായത് NSSും സാങ്കേതിക സർവകലാശാലയുമായി ചേർന്ന് കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് നടത്തിയ പരിപാടിയിലാണ് ഈ വന്ദേമാതരം വീണ്ടും പൂർണ്ണമായും ആലപിച്ച ഒരു സ്ഥിതി ഉണ്ടായത്. മാത്രമല്ല, ഈ ഭാരതാംബയുടെ, അതായത് വിവാദപരമായ ഈ പറയുന്ന ചിത്രം അതും വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു. അതിനെതിരെയാണ് SFI അവിടെ ഇപ്പോൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഭവം അവിടെ നടന്ന ഉടൻ തന്നെ SFI പ്രവർത്തകർ ആ സ്റ്റേജിൽ കയറി പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, ആര്യ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ പരിപാടി റിവ്യൂ ചെയ്യുന്നതിനായി, അതായത് വിവാദപരമായി പറയുന്ന ഭാരതാംബയുടെ ചിത്രം, ഭാരതാംബ എന്ന് അവകാശപ്പെടുന്ന ആ ചിത്രവും അതുപോലെ തന്നെ ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുകയും ചെയ്ത അതേ വേദിയിലേക്ക് റിവ്യൂ ചെയ്യുന്നതിനായി 5 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ തന്നെ ചർച്ചയ്ക്ക് വരണമെന്ന് ഈ പറയുന്ന സർവകലാശാലയുടെ അധികൃതർ ആവശ്യപ്പെട്ടതായുമുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് പറഞ്ഞതുപോലെ ആദ്യം ഒരു ഗുരുതരമായ, അതായത് വിവാദപരമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല, അത് റിവ്യൂ നടത്താൻ, അതിനുവേണ്ടിയുള്ള ചർച്ച നടത്താൻ വേണ്ടി ഈ പറയുന്ന വർഗീയപരമായി 5 തട്ടമിട്ട മുസ്ലിം കുട്ടികൾ തന്നെ വരണം എന്ന രീതിയിലുള്ള പരാമർശം കൂടിയാണ് ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിനെതിരെയാണ് SFI എന്തായാലും സർവകലാശാലയിൽ ഇപ്പോൾ പ്രതിഷേധം ഉന്നയിച്ചിട്ടുള്ളത്. ആര്യ, ശരി, നൌഫലാണ് വിവരങ്ങൾ നൽകിയത്.